ഉസ്ബെക്കിസ്ഥാനിലെ താഷ്കണ്ടിലൂടെ സഞ്ചാരം തുടരുകയാണ്. സന്ധ്യയായി. സന്ധ്യ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടുത്തെ സമയം 8 മണിയാകാറാകുന്നു. സമ്മർ ആയതുകൊണ്ട് സൂര്യൻ വളരെ വൈകിയേ അസ്തമിക്കുകയുള്ളൂ. പോകുന്ന വഴിക്കുള്ള കെട്ടിടങ്ങളിലെല്ലാം ലൈറ്റുകൾ തെളിഞ്ഞ് പ്രൗഢിയുള്ള ഒരു നഗരമായി മാറിയിരിക്കുന്നു. സുഹൃത്ത് രാകേഷാണ് കാറിൽ എന്നെ ഈ കാഴ്ചകളിലേക്കെല്ലാം കൊണ്ടുപോകുന്നത്. പോകുമ്പോൾ മുൻപിൽ ഒരു പ്രത്യേക കാർ, ഒരു പഴഞ്ചടാക്ക് കാർ. ഇത് ഒരു കാലത്ത് ഇവിടുത്തെ ഏറ്റവും ആഢ്യത്വമുള്ള കാറായിരുന്നു അത്രേ. മോസ്ക്വിച്ച് കാർ. ലാദ പോലെ തന്നെ സോവിയറ്റ് കാലഘട്ടത്തിൽ ഉണ്ടാക്കിയിരുന്നതാണ് മോസ്ക്വിച്ച് കാറുകൾ. അന്നത്തെ ഏറ്റവും ആഢ്യത്വമുള്ള കാറുകളിൽ ഒന്നായിരുന്നു. വലിയ കമ്പനികൾ അവിടുത്തെ ഏറ്റവും മുതിർന്ന മാനേജർമാർക്കും ജനറൽ മാനേജർമാർക്കുമൊക്കെ സമ്മാനമായി കൊടുത്തിരുന്ന കാറായിരുന്നു മോസ്ക്വിച്ച്. ഞങ്ങളിപ്പോൾ പോകുന്നത് ഇവിടുത്തെ മാജിക് സിറ്റി എന്ന ഒരു സ്ഥലത്തേക്കാണ്. ഇവിടുത്തെ നൈറ്റ് ലൈഫ് എന്താണെന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ് രാകേഷ് എന്നെ അവിടേക്ക് കൊണ്ടുപോകുന്നത്. സന്ധ്യയാവുമ്പോഴേക്കും താഷ്കണ്ടിന്റെ രൂപവും ഭാവവും നിറവുമൊക്കെ മാറുന്നു. ഇപ്പോൾ പീപ്പിൾസ് ഫ്രണ്ട്ഷിപ്പ് പാലസ് എന്ന സോവിയറ്റ് കാലത്തെ ഒരു കെട്ടിടത്തിന്റെ മുൻപിൽ കൂടിയാണ് കടന്നുപോകുന്നത്. പഴയ ഒരു സാംസ്കാരിക കേന്ദ്രം. അവിടെ മുഖപ്പിന്നിട്ട് ഒരിടത്ത് കാർ കൊണ്ടുപോയിട്ട് ഞങ്ങൾ മാജിക് സിറ്റിയിലേക്ക് എത്തുകയാണ്. അവിടെ എത്തുമ്പോൾ കഥയാകെ മാറുന്നു. ആളനക്കമുണ്ട്. നല്ല സജീവമാണ്. ഗംഭീരമായി ഇലൂമിനേറ്റ് ചെയ്തിരിക്കുന്ന വലിയൊരു അമ്യൂസ്മെന്റ് പാർക്ക് പോലുള്ള പ്രദേശം. അതിൻ്റെ ചുറ്റും കെട്ടിടങ്ങൾ. ധാരാളം ആളുകളെ കണ്ടു തുടങ്ങിയിരിക്കുന്നു. കുടുംബവുമായി വൈകിട്ട് ആളുകളെത്തുന്ന സ്ഥലം. രാത്രി ആഘോഷത്തിൻ്റെ ഒരു കേന്ദ്രമാണിത്. പകലും ആഘോഷമുണ്ടായിരിക്കാം, പക്ഷേ ഇപ്പോഴാണ് സജീവമാകുന്നത്. ഏറ്റവും ആധുനികമായ ഒരു അമേരിക്കൻ സിറ്റി പോലെ, അല്ലെങ്കിൽ ദുബായിലെ ഗ്ലോബൽ വില്ലേജൊക്കെ പോലുള്ള ഒരു സംവിധാനം. അകത്ത് കയറാൻ ടിക്കറ്റ് ഒന്നും എടുക്കേണ്ട. വൈകുന്നേരങ്ങളിൽ ആളുകൾക്ക് ഒത്തുചേരാനും ആഘോഷിക്കാനുമുള്ള വലിയൊരു സിറ്റി ഉണ്ടാക്കിയിരിക്കുകയാണ്. ഗേറ്റിൽ ഒരു സെക്യൂരിറ്റി ചെക്കുണ്ട്. പരിശോധന കഴിഞ്ഞ് കയറി ചെല്ലാം. ഷോപ്പിംഗ്, ഫുഡ്, എന്റർടൈൻമെന്റ്സ്, ഇതാണ് ഇവിടുത്തെ പ്രധാന പരിപാടികൾ. പലതരം വിനോദങ്ങളുണ്ട്. ഇതിനകത്ത് കയറുമ്പോൾ ഒരു മാളിനകത്ത് കയറുന്നത് പോലെയാണ്. ഒരു ഓപ്പൺ എയർ മാൾ എന്ന് തന്നെ പറയാം. അത് ഗംഭീരമായി അലങ്കരിച്ചിരിക്കുന്നു. ഫുഡ് സ്ട്രീറ്റുകൾ, എന്റർടൈൻമെന്റുകൾ, ഷോപ്പിംഗ്, ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളുടെ ഷോറൂമുകൾ, കലാപരിപാടികൾ, മ്യൂസിക്കൽ ഫൗണ്ടൻ, ഇങ്ങനെ പലവിധ പരിപാടികളുള്ള ഒരു ഗംഭീര കേന്ദ്രം. ഇതിനകത്ത് റൈഡുകളുണ്ട്, അക്വേറിയങ്ങളുണ്ട്, കുട്ടികൾക്കുള്ള ടോയ്സ് ഉണ്ട്. അങ്ങനെ നിരവധി സംവിധാനങ്ങൾ. മുതിർന്നവർക്കുള്ള ഫുഡ് സ്ട്രീറ്റുകളുണ്ട്, സുവനീർ ഷോപ്പുകളുണ്ട്, ഫാഷൻ ഷോപ്പുകളുണ്ട്. വലിയൊരു പ്രദേശമാകെ ഇങ്ങനെ ഒരുക്കി വെച്ചിരിക്കുന്നു. അതിമനോഹരമായി ലൈറ്റപ്പ് ചെയ്തിട്ടുമുണ്ട്. ഒരു 3-4 മണിക്കൂർ നേരം സ്പെൻഡ് ചെയ്യാനുള്ളതെല്ലാം ഇവിടെയുണ്ട്. അതൊരു കെട്ടിടത്തിനകത്തല്ല, ഓപ്പൺ എയർ ആണ്. അങ്ങനെ നടന്നു ചെല്ലുമ്പോൾ ഈ രാജ്യത്തെ ഏറ്റവും പ്രാമാണ്യമാർന്ന ഒരു പ്രദേശത്തിന്റെ റിപ്ലിക്ക ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കാണാം. സമർഖണ്ഡിലെ പ്രശസ്തമായ കെട്ടിടങ്ങൾ, അവിടുത്തെ ചരിത്ര സ്മാരകങ്ങളെ മിനിയേച്ചറായി അവതരിപ്പിച്ചിരിക്കുന്നു. ഇതിന്റെ ഒറിജിനൽ കാണാൻ ഞാൻ അടുത്ത ദിവസം പോകുന്നുണ്ട്. അവിടെ നിന്ന് തിരിച്ച് മറ്റൊരു സ്ട്രീറ്റിലൂടെ നടന്നു. മോഡലുകളെ പോലെ ചിലർ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യും പോലെ നിൽക്കുന്നു. പാശ്ചാത്യ ടൂറിസ്റ്റുകളൊക്കെ ഇവിടെ വരുന്നുണ്ട്. ഈ തെരുവിനെ അലങ്കരിച്ചിരിക്കുന്നതിനും ഒരു പ്രത്യേകതയുണ്ട്. കുടകളാണ്. 1000 കുടകൾ കൊണ്ടാണ് ഇതിന്റെ ആകാശത്തെ അലങ്കരിച്ചിരിക്കുന്നത്. 2 വശത്തും നിരവധി ഷോപ്പുകളാണ്. വിവിധതരം ഭക്ഷണങ്ങളും ഐസ്ക്രീമുകളും ജ്യൂസും വിൽക്കുന്ന കടകൾ. പിന്നെ ഫാഷൻ വസ്ത്രങ്ങളുടെയും ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെയും ഷോപ്പുകൾ, സ്പോർട്സ് ഉപകരണങ്ങൾ വിൽക്കുന്ന കടകൾ. ഷോപ്പിംഗ് ആണ് പ്രധാനം. പക്ഷേ വെറുതെ കണ്ടു നടക്കുന്നതും ഒരു രസമാണ്. ഇതിനകത്ത് വരുന്നവരിൽ പകുതിയോളവും വെറുതെ കണ്ടു നടക്കുന്നവരാണെന്ന് തോന്നുന്നു. ആകാശം മുഴുവൻ കളർഫുള്ളായ കുടകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നത് ഒരു ഗംഭീര കാഴ്ചയാണ്. ഇവിടെ പല തീമിലാണ് കെട്ടിടങ്ങൾ പണിതു വച്ചിരിക്കുന്നത്. റഷ്യൻ തീമുണ്ട്. പഴയ സോവിയറ്റ് യൂണിയന്റെ മറ്റു ചില ഭാഗങ്ങളിലെ തീമുകളിലുമുണ്ട്. പാശ്ചാത്യ യൂറോപ്പിന്റെ തീമുകളിലുണ്ട്. അതുപോലെ തന്നെ ഈ രാജ്യത്തെ തീമുകളും കാണാം പലതിലും. എന്നാൽ കൂടുതലും റഷ്യൻ പാശ്ചാത്യ ശൈലിയിലാണെന്ന് മാത്രം. എല്ലാ സ്ട്രീറ്റിന്റെയും ഓരങ്ങളിൽ റെസ്റ്റോറന്റുകളുടെ നിരയുണ്ട്. വഴിയോര ഭോജനശാലകൾ. അവിടെ ആളുകൾക്കിരുന്ന് ഭക്ഷണം കഴിക്കാം.
10 25 ഏക്കർ സ്ഥലമുണ്ടെങ്കിൽ ഇങ്ങനെയൊരു സംവിധാനം നമുക്കും ഉണ്ടാക്കാം. നമ്മുടെ വെല്ലിംഗ്ടൺ ഐലൻഡിലോ കോഴിക്കോട്ടോ ഒക്കെ ഇത്തരത്തിലുള്ള ഓരോ സിറ്റികൾ ഉണ്ടാവണം. ആളുകൾക്ക് എന്റർടൈൻമെന്റ് ആകുമെന്ന് മാത്രമല്ല, അത് വലിയ കൊമേഴ്ഷ്യൽ കേന്ദ്രങ്ങളുമാവും. ഞങ്ങൾ കുറേ നേരം അതിലെയെല്ലാം ചുറ്റിക്കറങ്ങി നടന്നു. ഇവിടെ ഏറ്റവും അധികം ജനമെത്തുന്ന ഒരു സ്ഥലത്തേക്കാണ് പിന്നെ ചെല്ലുന്നത്. അങ്ങകലെ സിൻഡ്രല്ല കാസിൽ പോലെ ഒരു കാസിൽ ലൈറ്റപ്പ് ചെയ്തിരിക്കുന്നു. അതിമനോഹരമാണത്. അവിടെയാണ് മ്യൂസിക്കൽ ഫൗണ്ടൻ ഉള്ളത്. ഞങ്ങൾ അങ്ങോട്ട് നടന്നു. കുടുംബവും കുട്ടികളുമൊക്കെയായിട്ട് എല്ലാവരും വരുന്ന ഒരു സ്ഥലമാണ്. വെള്ളിയാഴ്ചയുടെ വൈകുന്നേരം കൂടി ആയതുകൊണ്ടാവാം ഇന്ന് വലിയ ജനത്തിരക്ക്. രാകേഷ് പറയുന്നത് ഇവിടെ എപ്പോഴും നല്ല തിരക്കാണെന്നാണ്. വിന്ററിലാവും ഏറ്റവും കൂടുതൽ തിരക്ക്. ഇപ്പോൾ സമ്മറാണ്. രാത്രിയിലും ചെറിയ ചൂടുണ്ട്. എന്നാലും സുഖകരമാണ് അന്തരീക്ഷം. അവിടെ ഒരു ടോയ് ട്രെയിൻ ഹോൺ അടിച്ചു പോകുന്നു. അതിൽ കയറാൻ ചില പ്രത്യേക സ്റ്റോപ്പുകളുണ്ട്. അവിടെ കാത്തുനിന്ന് കയറണം. കുട്ടികൾ മാത്രമല്ല, കുട്ടികളുടെ കൂടെ മുതിർന്നവരും ഇതിൽ കയറിയിരിപ്പുണ്ട്. നിരവധി സ്ട്രീറ്റുകളുണ്ട് ഇവിടെ. ഇതൊക്കെ ഫുഡ് സ്ട്രീറ്റുകളാണ്. യൂറോപ്പിലെ ഏതെങ്കിലും സ്ട്രീറ്റിലേക്ക് ചെല്ലുന്നത് പോലെയുണ്ട്. ഒരു എന്റർടൈൻമെന്റ് പട്ടണം തന്നെ. അതിമനോഹരം. എനിക്ക് ഈ കൺസെപ്റ്റ് നന്നായി ഇഷ്ടപ്പെട്ടു. താഷ്കന്റ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മാജിക് ഗ്രൂപ്പ് ഡെവലപ്പ് ചെയ്തതാണ് ഈ മാജിക് സിറ്റി. 21 ഹെക്ടർ പ്രദേശത്ത് വ്യാപിച്ചു കിടക്കുന്ന അമ്യൂസ്മെന്റ് സിറ്റി. ഞങ്ങൾ ചെല്ലുമ്പോൾ ഒരു മ്യൂസിക്കൽ ഫൗണ്ടൻ ആരംഭിച്ചിരിക്കുന്നു. കാസിലിന്റെ മുന്നിൽ വലിയൊരു ജലാശയം. അതിലാണ് മ്യൂസിക്കൽ ഫൗണ്ടൻ. ഞാനത് കുറച്ചു നേരം കണ്ടുനിന്നു. പത്ത് മിനിറ്റ് നീളുന്ന പരിപാടിയാണ്. എല്ലാ ഓരോ മണിക്കൂർ ഇടവിട്ട് മ്യൂസിക്കൽ ഫൗണ്ടൻ ഉണ്ടാകും. താഷ്കണ്ടിലെ കോടീശ്വരനായ മാക്സിം ഖൊറേഷിലോവാണ് ഈ മാജിക് സിറ്റിയുടെ ഉടമ. രാവിലെ 10 മുതൽ രാത്രി 10 വരെ പ്രവർത്തിക്കുന്ന മാജിക് സിറ്റിയുടെ പ്രധാന ഹൈലൈറ്റ് ആണ് വൈകുന്നേരങ്ങളിൽ ആരംഭിക്കുന്ന ഈ മ്യൂസിക്കൽ ഫൗണ്ടൻ. ലാണ് മാജിക് സിറ്റി പ്രവർത്തനം തുടങ്ങിയത്. ഉസ്ബെക്കിസ്ഥാന്റെ ഡിസ്നി ലാൻഡ് എന്നാണ് ഇതിന്റെ വിശേഷണം തന്നെ. കുട്ടികൾക്കുള്ള വിവിധ റൈഡുകൾ, ലേസർ സിനിമാ ഷോ, ലൈവ് ഷോകൾ അരങ്ങേറുന്ന ആംഫി തിയേറ്റർ എന്നിവയൊക്കെ ഇവിടെയുണ്ട്. മധ്യേഷ്യയിലെ ഏറ്റവും ആധുനികവും ഏറ്റവും വലുതുമായ അക്വേറിയമുള്ളതും ഈ മാജിക് സിറ്റിയിലാണ്. ആയിരക്കണക്കിന് ആളുകളാണ് മ്യൂസിക്കൽ ഫൗണ്ടൻ തുടങ്ങുന്ന സമയത്ത് ഇവിടേക്ക് എത്തിച്ചേരുക. പല വഴികളിലായി വെറുതെ നടന്നിരുന്നവരെല്ലാം ഈ സമയത്ത് ഇവിടേക്കെത്തും. ഇപ്പോൾ നോക്കുമ്പോൾ 5000 ആളുകളെങ്കിലും ഇവിടെയുണ്ട്. ഓരോ ദിവസവും 10,000 മുതൽ 15,000 വരെ ആളുകൾ ഈ മാജിക് സിറ്റി സന്ദർശിക്കുന്നുണ്ടെന്നാണ് കണക്ക്. പൊതു ഒഴിവു ദിവസങ്ങളിൽ 1,00,000 സന്ദർശകർ വരെ ഇവിടെ എത്താറുണ്ട്. പ്രവേശനം സൗജന്യമാണെങ്കിലും ഷോപ്പുകളിലും ഫുഡ് സ്റ്റാളുകളിലും എന്റർടൈൻമെന്റ് ഫെസിലിറ്റികളിലുമായി വൻ തുകയുടെ കച്ചവടമാണ് ഇവിടെ നടക്കുന്നത്. ഇവിടുത്തെ 15 ഇടത്തെരുവുകൾ ഫുഡ് സ്ട്രീറ്റുകളാണ്. ലോക്കൽ ഉസ്ബെക്ക് വിഭവങ്ങൾ മുതൽ ഇന്റർനാഷണൽ ഫാസ്റ്റ് ഫുഡും സ്നാക്സും വരെ ലഭിക്കുന്ന സ്റ്റാളുകൾ ഫുഡ് സ്ട്രീറ്റിലുണ്ട്. ജനപ്രവാഹത്തിനിടയിലൂടെയാണ് ഞാനും നടക്കുന്നത്. ഏത് നാട്ടിലും ആളുകൾ വൈകുന്നേരമായാൽ എന്റർടൈൻഡ് ആകണം. വൈകുന്നേരം വീട്ടിലടച്ചിരുന്ന് സീരിയൽ മാത്രം കാണുകയും സോഷ്യൽ മീഡിയയിലൂടെ കുശുമ്പ് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെ നാട്ടിലെ ഒരു പ്രശ്നം. മനുഷ്യർക്ക് പുറത്തിറങ്ങാൻ സൗകര്യങ്ങളില്ല.
അതുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ കുറ്റം പറയലാണ് നമ്മുടെ പ്രധാന പരിപാടി. പിള്ളേരുമായി കടന്നുപോകുന്ന ട്രെയിനുകൾ പല വഴികളിലൂടെ പോകുമ്പോഴും കാണാം. ഇവിടെ ചില ഫോട്ടോ സ്പോട്ടുകളുണ്ട്. നവദമ്പതിമാർക്കും കുടുംബസമേതവും ഒക്കെ വന്നു നിന്ന് ഫോട്ടോ എടുക്കാവുന്നതുപോലെ ഒരിടം സെറ്റപ്പ് ചെയ്തിരിക്കുന്നു. വലിയൊരു ജലാശയം ഇതിന്റെ പുറകിലുണ്ട്. അതിനകത്ത് ബോട്ടിംഗ് നടത്താം. പെഡൽ ബോട്ടുകളാണ്. ചില ഭാഗത്ത് ആംസ്റ്റർഡാമിന്റെ ശൈലിയിലാണ് കെട്ടിടങ്ങൾ പണിതുവച്ചിരിക്കുന്നത്. മറ്റൊരു ഭാഗത്തേക്കെത്തുമ്പോൾ ഇവിടെ മുഴുവൻ ഫുഡ് സ്ട്രീറ്റാണ്. വഴിയോരങ്ങൾ മുഴുവൻ മേശകസേരകളിട്ട് ഒരുക്കിയിരിക്കുന്നു. ഇവിടെ ഏറ്റവും കൂടുതൽ വരുമാനമുണ്ടാകുന്നത് ഭക്ഷണം കഴിക്കാൻ ആളുകൾ വരുന്നതിലൂടെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഷോപ്പുകളിലൊക്കെ ആളുകൾ വിൻഡോ ഷോപ്പിംഗേ നടത്തുന്നുള്ളൂവെങ്കിലും ഭക്ഷണം കഴിക്കുന്നിടത്ത് ജനത്തിരക്കാണ്. റഷ്യൻ ആർക്കിടെക്ചറൽ ശൈലിയിൽ ഒരു ഭാഗമുണ്ടിവിടെ. റഷ്യൻ ഓർത്തഡോക്സ് പള്ളി പോലെയുണ്ട്. മോസ്കോ എന്നാണ് അതിന്റെ പേര്. അതുപോലെ മാജിക് പാർക്ക് എന്നൊരു ഭാഗമുണ്ട്. അത് കൊച്ചുകുട്ടികൾക്കുള്ള എന്റർടൈൻമെന്റ് പോയിന്റ് ആണ്. വീണ്ടും നടക്കുമ്പോൾ കാണുന്നത് മുഴുവൻ ഫുഡ് സ്ട്രീറ്റുകളാണ്. ആളുകൾക്ക് ഓപ്പൺ എയറിൽ ഇങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിക്കാം. സമ്മർ ആകുമ്പോൾ വൈകുന്നേരം നല്ല കാലാവസ്ഥയായിരിക്കുമല്ലോ. അപ്പോൾ ഇവിടെയൊക്കെ ആളുകൾ വന്നു നിറയും. നല്ല കാലാവസ്ഥയുള്ള സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങളിലൊക്കെ ഇവിടെ ജനപ്രവാഹമായിരിക്കുമെന്ന് എനിക്ക് തോന്നി. ഞങ്ങൾ മാജിക് സിറ്റിയിൽ നിന്നും പുറത്തേക്ക് നടന്നു. ആളുകൾ അപ്പോഴും അകത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇവിടുത്തെ പരിപാടി മതിയാക്കുകയാണ്. കാരണം ഏകദേശം എല്ലാം ഒന്ന് റൗണ്ട് ചെയ്ത് കണ്ടുകഴിഞ്ഞു. കാറെടുത്ത് മടക്കയാത്ര തുടങ്ങി. അപ്പോഴും ഒരു ഉത്സവപ്പറമ്പ് പോലെ ആളുകളെ സ്വീകരിക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ് മാജിക് സിറ്റി. മാജിക് സിറ്റി പിന്നിട്ട് എത്തുന്നത് താഷ്കന്റ് സിറ്റി എന്ന് പറയുന്ന ഒരു ഹൈടെക് സിറ്റിയുടെ സമീപത്തേക്കാണ്. അതും ഒരു എന്റർടൈൻമെന്റ് സിറ്റിയാണ്. പക്ഷേ ഷോപ്പിംഗ് ആണ് പ്രധാനം. അതിനകത്തും ബോട്ടിംഗ് പോലുള്ള വിനോദ പരിപാടികളുണ്ട്. 18 ഹെക്ടറിലാണ് അത് വ്യാപിച്ചു കിടക്കുന്നത്. റഷ്യൻ കമ്പനിയായ KB സ്ട്രെൽക്ക ഡെവലപ്പ് ചെയ്യുന്ന വമ്പൻ പ്രോജക്റ്റാണ് താഷ്കന്റ് സിറ്റി പാർക്ക്. ജിബൂട്ടി, ഫിജി, ലെബനോൻ, എത്യോപ്യ, അർമേനിയ. സഞ്ചാരം വോളിയം നമ്പർ 17. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. അടുത്ത ദിവസം പ്രഭാതം. രാവിലെ തന്നെ കാറുമായി രാകേഷ് എത്തി. രാകേഷിന് ഇവിടെ പ്രത്യേക അക്കോമഡേഷൻ ഫെസിലിറ്റികളുണ്ട്. അദ്ദേഹം ഇടയ്ക്കെല്ലാം ഇവിടെ വരുന്നതാണ്. രാകേഷിന്റെ ഓഫീസും അവരുടെ അപ്പാർട്ട്മെന്റ്സും ഒക്കെ ഇവിടെയുണ്ട്. ഇന്ന് ഞങ്ങൾ നഗരത്തിൽ നിന്നും കിഴക്കോട്ട് പോവുകയാണ്. കിഴക്കൻ മലനിരകളിലേക്കാണ് പോകുന്നത്. സിറ്റിയിൽ നിന്നും 100 കിലോമീറ്റർ അകലെ ഉൾനാടുകളും ഇവരുടെ ചില സുഖവാസ കേന്ദ്രങ്ങളുമൊക്കെ കാണാൻ വേണ്ടി പോവുകയാണ്. യാത്രയിൽ പുതിയ കാല താഷ്കണ്ടിന്റെ വളർച്ചയുടെ കാഴ്ചകളാണ് കാണുന്നത്. പുതിയ കാല അപ്പാർട്ട്മെന്റ്സ്. പുതിയ ഫ്ളാറ്റുകൾ വരുമ്പോഴും സോവിയറ്റ് കാലത്തെ ചതുരപ്പെട്ടി പോലുള്ള അപ്പാർട്ട്മെന്റുകളുടെ കാഴ്ച ഇപ്പോഴുമുണ്ട്. ഒരു 10 നിലയുള്ള കെട്ടിടങ്ങളുടെ നിരയാണത്. എല്ലാത്തിനും ഒരേ രൂപം. രസകരമാണത്. ഒരു പ്രദേശം മുഴുവൻ ഒരേ സ്വഭാവമുള്ള അപ്പാർട്ട്മെന്റ്സ് ആണ്. സോവിയറ്റ് ബ്ലോക്ക് അപ്പാർട്ട്മെന്റ്സ് എന്നാണ് ഇപ്പോഴും ഇതറിയപ്പെടുന്നത്. 1966-ൽ ഈ നഗരത്തിലെ 96,000 വീടുകൾ ഒരു ഭൂകമ്പത്തിൽ തകർന്നടിഞ്ഞിരുന്നു. തുടർന്ന് സോവിയറ്റ് ഗവൺമെന്റ് ദ്രുതഗതിയിൽ പണിതതാണ് ഈ ബിൽഡിങ്ങുകൾ. 1970-കളിൽ 3 ലക്ഷം ആളുകളെയാണ് ഇത്തരം അപ്പാർട്ട്മെന്റുകളിലേക്ക് മാറ്റിയത്. ഇവിടെ ഈ ഓവർബ്രിഡ്ജ് കഴിയുന്നതോടുകൂടി കാർ വേറൊരു ഭാഗത്തേക്ക് എത്തുകയാണ്. യാങ്കി താഷ്കന്റ് എന്നാണ് ഈ ഭാഗം അറിയപ്പെടുന്നത്. യാങ്കി താഷ്കന്റ് എന്നാൽ പുതിയ താഷ്കന്റ്. ഇവിടെ പുതിയൊരു ടൗൺഷിപ്പ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. താഷ്കന്റിന്റെ ഒരു പുതിയ ഭാഗം വളരെ ആസൂത്രിതമായി പണിതുയർത്തിക്കൊണ്ടിരിക്കുന്നു. എന്റർടൈൻമെന്റ് ഏരിയകളും ഓഫീസ് സമുച്ചയങ്ങളും അപ്പാർട്ട്മെന്റ് കോംപ്ലക്സുകളുമെല്ലാം ഇവിടെയുണ്ട്. ഹൈവേയിൽ കൂടി കുറേ ദൂരം ഓടി. ഇന്നാദ്യം എനിക്ക് പോകേണ്ടത് യാങ്കി ബസാർ എന്ന ഒരു സ്ഥലത്തേക്കാണ്. അവിടേക്ക് പോകവേ ഗൂഗിൾ മാപ്പ് ഞങ്ങളെ ചതിച്ചു. അവൻ വഴി കാണിച്ചു കൊണ്ടുപോയി ചെറിയൊരു ഗ്രാമത്തിലാണ് എത്തിച്ചത്. വഴിയിൽ കുട്ടികൾ കളിച്ചു നടക്കുന്ന ട്രെയിനൊക്കെ കിടക്കുന്ന ഒരു ഗ്രാമം. പൊട്ടിപ്പൊളിഞ്ഞ റോഡും ദാരിദ്ര്യവും.
രാകേഷ് കുട്ടികളോട് ചോദിച്ചു, എതിലെയാ മക്കളെ ഈ യാങ്കി ബസാറിലേക്ക് പോകുന്നത് എന്ന്. ഇങ്ങനെ കാർ നിർത്തുമ്പോൾ രാകേഷ് കുട്ടികളോട് വഴി മാത്രമല്ല ചോദിക്കുക, വീട്ടിൽ ആരൊക്കെയുണ്ട്, അച്ഛനുണ്ടോ അമ്മയുണ്ടോ എന്നൊക്കെ ചോദിക്കും. അങ്ങനെ വിശേഷങ്ങൾ ചോദിച്ചു ചോദിച്ചാണ് പുള്ളി പോവുക. ഇവിടെ നല്ല ശുദ്ധജലം നിറഞ്ഞൊഴുകുന്ന കനാലുകളുണ്ട്. 2 യുവതികളെ കണ്ടപ്പോൾ വണ്ടി നിർത്തി. വീണ്ടും സംശയമാണ്, എവിടെയാണ് യാങ്കി ബസാർ എന്ന്. അവരും ഇതേ വഴി തന്നെ പറഞ്ഞു. നേരെ പോയിട്ട് എവിടെയോ വെച്ച് തിരിയാനാണ് പറഞ്ഞിരിക്കുന്നത്. റഷ്യൻ ഭാഷയിലാണ് സംസാരിക്കുന്നതെന്നതിനാൽ എനിക്കത് മനസ്സിലാവുന്നില്ല. രാകേഷിന് മനസ്സിലായോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഏതായാലും പോകുന്ന വഴിക്ക് ഞാൻ ശ്രദ്ധിക്കുന്നത് ഈ വീടുകളുടെ ഘടനയാണ്. മതില് പോലെ ഒരു ഭാഗം, അത് മതിലല്ല, വീടിന്റെ ഭിത്തിയാണ്. ആഘോഷപൂർണമായ ഒരു ഗേറ്റ് ഉണ്ടാകും എല്ലാ വീടിനും, വമ്പനൊരു ഗേറ്റ്. സ്വകാര്യത ഇവർ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുള്ളതാണ് ഇതിന്റെ ഒരു സൂചന. പള്ളിക്കൂടം കെട്ടിടം പോലെ നീണ്ട 2-3 കെട്ടിടങ്ങൾ ഒരു കോമ്പൗണ്ടിൽ ഉണ്ടാകും. അതിൽ മുറികൾ തിരിച്ച് ആളുകൾ താമസിക്കുന്നു. ഇതാണ് ഇവിടുത്തെ ഗ്രാമങ്ങളുടെ കാഴ്ച. ഒരു കഴുതവണ്ടി എന്തോ ചരക്കുമായി മുൻപേ പോകുന്നു. അതിൽ രാജകീയമായി ഒരാൾ ഇരിക്കുന്നുണ്ട്. പുള്ളിക്ക് എന്റെ ക്യാമറയൊക്കെ ബോധിച്ചു. കഴുത ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. രാകേഷ് ഇവരോടും വഴി ചോദിക്കാനായിട്ട് വേഗത കുറച്ചു. വഴി ചോദിക്കുക മാത്രമല്ല, വീട്ടുവിശേഷങ്ങളും നാട്ടുവിശേഷങ്ങളും ഒക്കെ പറയുന്നുണ്ട്. അവരുടെ ഡയലോഗ് എനിക്കൊന്നും മനസ്സിലായില്ല. അത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. നിങ്ങൾക്ക് വല്ലതും മനസ്സിലായിട്ടുണ്ടോ എന്ന് നോക്കുക. വണ്ടിക്കാരന് ഷാരൂഖ് ഖാനെയും രാജ് കപൂറിനെയും എല്ലാം അറിയാം. പല്ലിൽ സ്വർണം കെട്ടിയ ആളാണ്. രാജ് കപൂർ എന്നൊക്കെ പറയുന്നുണ്ട്. ഷാരൂഖ് ഖാൻ. ഞങ്ങൾ അവിടവും വിട്ടു. വീണ്ടും ഓടുകയാണ്. ഈ ഗ്രാമത്തിൽ നിന്ന് ഹൈവേയിൽ കയറിയിട്ട് എങ്ങോട്ടോ പോകണം യാങ്കി ബസാറിലെത്തണമെങ്കിൽ. ഗൂഗിൾ വഴിതെറ്റിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. ഒടുവിൽ വീണ്ടും വഴിയെ നടക്കുന്ന ഒരാളിനോട് ചോദിച്ചു. അയാൾ കൃത്യമായി വഴി പറഞ്ഞു തന്നു. നേരെ ഈ റോഡിൽ കൂടി മുന്നോട്ട് പോയാൽ മതി. അങ്ങനെ ഹൈവേയിൽ ചെല്ലും. എന്നിട്ട് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് ഒരു 3 കിലോമീറ്റർ പോയാൽ യാങ്കി ബസാറിലെത്തും. ഗൂഗിൾ മാപ്പ് അങ്ങ് ഓഫ് ചെയ്യാൻ ഞാൻ പറഞ്ഞു. നമുക്ക് അയാൾ പറഞ്ഞതുപോലെ പോകാം. ഞങ്ങൾ മുന്നോട്ടു പോയി. ഒടുവിൽ അങ്ങ് മുൻപിൽ കാറുകളൊക്കെ പോകുന്ന ഹൈവേ കണ്ടുകിട്ടി. അവിടെ ചെന്ന് ഇടത്തോട്ട് തിരിഞ്ഞാൽ മതി. അപ്പോഴും ഗ്രാമം തീർന്നിട്ടില്ല. ഈ പ്രദേശമെല്ലാം ഗ്രാമത്തിന്റെ ഭാഗങ്ങൾ തന്നെ. പിന്നെ പരുത്തി കൃഷി നടക്കുന്ന വലിയ പാടങ്ങളായി. പരുത്തി ഇവിടുത്തെ വലിയൊരു കൃഷിയാണ്. വഴിയരികിൽ വെള്ളരിക്ക പോലെ ഒരു സാധനം വിൽക്കുന്നുണ്ട്. ഉസ്ബെക് മെല്ലൻ എന്ന് പൊതുവെ അറിയപ്പെടുന്ന മത്തനാണ്. ഈ ചൂടുകാലത്ത് തണ്ണിമത്തനും ഈ സാധനവുമൊക്കെ ലാദാക്കാറിന്റെ ഡിക്കിക്കകത്ത് കൊണ്ടുവന്നിട്ട് വഴിയോരത്ത് വെച്ച് വിൽക്കുന്നത് ഇവിടുത്തെ പതിവ് കാഴ്ചയാണ്. ഇതാണ് സാധനം. ഇന്നാട്ടുകാർ ഇതിനെ മിർസാച്ചുൽ എന്ന് വിളിക്കുന്നു. അവസാനം വഴി പറഞ്ഞു തന്നയാൾ രക്ഷിച്ചു. ഞങ്ങൾ യാങ്കി ബസാറിലെത്തിയിരിക്കുന്നു. ഇന്ന് ശനിയാഴ്ചയാണ്. യാങ്കി ബസാർ നല്ല സജീവമാണ്. ചന്ത ദിവസമാണെന്ന് തോന്നുന്നു. യാങ്കി ബസാർ ശരിക്കു പറഞ്ഞാൽ താഷ്കന്റ് നഗരത്തിൽ നിന്ന് അധികം ദൂരെയൊന്നുമല്ല. ഒരു 10-15 കിലോമീറ്റർ പോയിക്കഴിഞ്ഞാൽ എത്തുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഒന്നിറങ്ങി. ഇവിടുത്തെ മനുഷ്യരെ ഒന്ന് കാണണമല്ലോ. ഈ വഴിക്ക് പോയിട്ട് യാങ്കി ബസാറിൽ ഇറങ്ങിയില്ലെന്ന് പറഞ്ഞാൽ നാട്ടുകാർ എന്തു പറയും? അവിടെ ഒരു പാർക്കൊക്കെ ഉണ്ട്. തനി നാടൻ കാഴ്ചകൾ. സാധാരണക്കാരായ ഗ്രാമീണർ, അവരുടെ പഴഞ്ചടാക്ക് കാറുകൾ. ഇവിടുത്തെയൊക്കെ ജീവിതം എങ്ങനെയാണെന്ന് കാണുകയാണ് എന്റെ ലക്ഷ്യം. കുട്ടികളുമൊക്കെയായിട്ട് വരുന്ന സ്ത്രീകൾ. എവിടെയും പ്രധാന വിൽപ്പന വസ്തു ബ്രെഡാണ്. ഇതൊരു 3000 സോമിന് കിട്ടും. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന തരം ബ്രെഡുണ്ട്. അതിനും ഒരെണ്ണത്തിന് 3000 സോമാണ് വില. നമ്മുടെ ചുടുകട്ട പോലത്തെ ബ്രെഡ്. ഈ അപ്പമാണ് ഇവിടെ ഏറ്റവും പ്രശസ്തം. നല്ല രുചിയാണ് ഈ ബ്രെഡിന്. മധുരമല്ല, വെണ്ണ പുരട്ടിയതുപോലെ നല്ല ടേസ്റ്റി ബ്രെഡ്. അത് വിൽക്കുന്ന കുറേ സ്ത്രീകളുണ്ട് ഇവിടെ. വീടുകളിലാണ് ഇവർ ഇതുണ്ടാക്കുന്നത്.
വീടുകളിൽ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുവന്നു വിൽക്കും. സ്ത്രീകൾ വന്ന് ഇത് വീട്ടിലേക്ക് വാങ്ങിച്ചു കൊണ്ടുപോകും. അതായത് ഇത്തരം ഒരു ബ്രെഡ് ഉണ്ടെങ്കിൽ 2 പേർക്ക് ഒരു നേരത്തെ ഭക്ഷണമാണ്. ഇതിന്റെ കൂടെ കുറച്ച് സലാഡും ആട്ടിറച്ചിയോ കോഴിയിറച്ചിയോ പോത്തിറച്ചിയോ എന്തെങ്കിലുമൊക്കെ കൂട്ടിയാണ് കഴിക്കുക. 3 നേരവും കഴിക്കുന്നത് ഈ ബ്രെഡ് തന്നെ. സോമാണ് ഇവരുടെ നാണയം. സോം കൊടുത്ത് ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കും. ഫ്രഷായിട്ട് തന്നെയാണ് വാങ്ങി ഉപയോഗിക്കുന്നത്. അല്ലാതെ കുറേ എണ്ണം വാങ്ങിച്ച് വീട്ടിൽ വെക്കാൻ പറ്റില്ല. എല്ലാ ഗ്രാമത്തിലെയും ചന്തകളിൽ എപ്പോഴും അത് അവൈലബിൾ ആണ്. ഞാൻ അങ്ങനെ ചന്തയിലെ കാഴ്ചകൾ തേടി ഉള്ളിലേക്ക് നടന്നു. ഇന്നാട്ടുകാരെ പരിചയപ്പെടണം. അതിനുവേണ്ടിയുള്ള നടത്തമാണ്.